ഹലോ എല്ലാ കൂട്ടുകാർക്കും SCD സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ബഷീർ ദിന ക്യൂസിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബഷീറിന്റെ അച്ഛന്റെ പേരെന്താണ്? കായ് അബ്ദുറഹ്മാൻ എന്നാണ് ബഷീറിന്റെ അച്ഛന്റെ പേര്. ബഷീറിന്റെ അമ്മയുടെ പേരെന്താണ്? കുഞ്ഞാത്തുമ്മ എന്നാണ് ബഷീറിന്റെ അമ്മയുടെ പേര്. ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലാണ് തലയോലപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീയാണ്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ബഷീറാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാ? അത് പ്രേമലേഖനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി പ്രേമലേഖനമാണ്. ബഷീറിന്റെ ഭാര്യയുടെ പേരെന്താ? ഫാബി ബഷീർ എന്നാണ്. യഥാർത്ഥ പേര് ഫാത്തിമ ബീവി എന്നാണ്. ഫാബി ബഷീർ എന്നാണ് ഭാര്യയുടെ പേര്. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ബാലാമണി അമ്മയാണ് 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടനാരാണ്? അത് മമ്മൂട്ടിയാണ്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായിട്ട് വേഷമിട്ട നടന്. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവി നിലയമാണ് നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം. മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ട് സംവിധാനം ചെയ്തത് ആരാണ്? മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ട് സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ബാല്യകാല സഖി എന്ന നോവൽ സിനിമ ആക്കിയത് ഏതൊക്കെ സംവിധായകരാണ്? ഇത് പി ഭാസ്കരനും പ്രമോദ് പയ്യന്നൂരുമാണ് ബാല്യകാല സഖി എന്ന നോവല് സിനിമയാക്കിയത്. പി ഭാസ്കരൻ ആൻഡ് പ്രമോദ് പയ്യന്നൂര്. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാരാണ്? അത് ഫാബി ബഷീറാണ്. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാ? ബാല്യകാല സഖിയാണ്. ബഷീറും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതിയാണ് ബാല്യകാല സഖി. വെളിച്ചത്തിന് എന്തു വിളിച്ചു എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ്? വെളിച്ചത്തിന് എന്തു വിളിച്ചു എന്ന വാക്യം എന്റെ പൂപ്പാക്കൊര ആനണ്ടാർന്ന് എന്ന കൃതിയിലുള്ളതാണ് വെളിച്ചത്തിന് എന്തു വിളിച്ചു എന്നത്. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാ? പാത്തുമ്മയുടെ ആടാണ് തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടിയുള്ളത്? പാത്തുമ്മയുടെ ആടിനാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ളത്. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഏതാ? കഥാബീജമാണ്. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം കഥാബീജമാണ്. ആത്മകഥാപരമായിട്ട് ബഷീറിന്റെ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകളാണ് ആത്മകഥ. ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകള്. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയാണ് നേരും നുണയും. നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാ? സർപ്പയജ്ഞാണ്. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം. ബഷീർ രചിച്ച ആദ്യ നോവൽ ഏതാണ്? പ്രേമലേഖനമാണ്. ബഷീർ രചിച്ച ആദ്യ നോവൽ പ്രേമലേഖനമാണ്. ഒന്നു ഒന്നു ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ബാല്യകാല സഖിയിലാണ്. ഒന്നു ഒന്നു ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ബാല്യകാല സഖിയിലാണ്. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത് ബാല്യകാല സഖിയാണ്. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത്. ബാല്യകാല സഖി അവതാരിക എഴുതിയതോ? MP പോളാണ്. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് MP പോളാണ്. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി ഏതാണ്? ബാല്യകാല സഖിയാണ്. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതി ഏതാണ്? അത് MP പോൾ. MP പോളാണ് തന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതിയാണ് MP പോൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തതാരാ? A വിൻസെന്റ് ആണ് ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത്. മൂക്ക് കഥാപാത്രമായിട്ട് വരുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കഥാപാത്രമായിട്ട് വരുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മുത്താപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്താപ്പ എന്നത് ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലുള്ളതാണ് മണ്ടൻ മുത്താപ്പ. ബഷീർ ആദ്യമായിട്ട് ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. ബഷീർ ആദ്യമായിട്ട് ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവമാണ് 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. 5ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഒളിച്ചോടിയത്. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉജ്ജീവനം. ഉജ്ജീവനം എന്ന പത്രത്തിലാണ് പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്.
ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലുള്ള കഥാപാത്രങ്ങളാണ്? ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലുള്ള കഥാപാത്രങ്ങളാണ് ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നീ കഥാപാത്രങ്ങള്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, നിന്റെ പൂപ്പാക്കൊരാളുണ്ടാർന്ന് എന്നീ കൃതികള് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാ? അത് റൊണാൾഡ് ഇ ആഷർ. റൊണാൾഡ് ഇ ആഷറാണ് ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആട്, നിന്റെ പൂപ്പാക്കൊരാളുണ്ടാർന്ന് എന്നീ കൃതികള് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് റൊണാൾഡ് ഇ ആഷറാണ്. സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിന്റെ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. സാഹിത്യ ലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിന്റെ കൃതിയാണ് ശബ്ദങ്ങൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാ? അത് ശബ്ദങ്ങളാണ്. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീറിന്റെ കൃതിയാണ് ശബ്ദങ്ങൾ. ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? തങ്കം. ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ് തങ്കം. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ചത്. ജയകേസരി എന്ന കൃതിയിലാണ്, പ്രസിദ്ധീകരണത്തിലാണ്. ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകിയ യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയാ? അത് കോഴിക്കോട് സർവകലാശാലയാണ് ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം എന്ന? 1994 ജൂലൈ 4 വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 4. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? യാ ഇലാഹി. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് യാ ഇലാഹി. ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം എന്നാണ്? 2018 ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ചത് 2018. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത വിധിയിലെ അവധൂതൻ എന്നാണ്. ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം 2018. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത വിധിയിലെ അവധൂതൻ എന്നാണ്. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ്. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനാണ് MA റഹ്മാൻ ആണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകന്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? തേന്മാവ് എന്ന കഥയാണ് മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകനാരാണ്? MN വിജയനാണ് ഇങ്ങനെ പറഞ്ഞത്, വിശേഷിപ്പിച്ചത്. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് ഇങ്ങനെ വിശേഷിപ്പിച്ച നിരൂപകനാരാണ്? MN വിജയനാണ്. ഏത് സ്വതന്ത്ര സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോഴാണ് കോഴിക്കോട് ജയിലിൽ 3 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായിട്ട് സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? അത് ഒഴിഞ്ഞ വീടാണ്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായിട്ട് സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്. ബഷീർ ആദ്യമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിനാണ്? കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിനാണ് ബഷീർ ആദ്യമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിനാണ്. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക. ബഷീർ നടത്തിയ പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? 1908 ജനുവരി 21. 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? അത് കോട്ടയം ജില്ലയിലാണ്. വൈക്കം തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേരെന്താണ്? കൊച്ചു മുഹമ്മദ് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. കൊച്ചു മുഹമ്മദ് എന്നാണ്. ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായി അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മയാണ് ബഷീറിന്റെ മാതാപിതാക്കള്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാ? പ്രേമലേഖനമാണ് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവല് പ്രേമലേഖനം. 1942. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകനാരാ? പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകനാണ് PA ബക്കറാണ്. 1985 PA ബക്കറാണ് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയത്. ബഷീറിന് മുട്ടത്ത് വർക്കിയ അവാർഡ് ലഭിച്ച വർഷം എന്നാണ്? 1993 ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്. 1993 ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്. ഈ 1993 തന്നെ ബഷീറിന് വേറൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏത് അവാർഡാ? വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതും 1993. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? അത് ബാലാമണി അമ്മയാണ്. ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണി അമ്മയാണ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി എന്ന ഗാനമായിരുന്നു ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം.
ചോദ്യോത്തരങ്ങളായിട്ട് ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? നേരും നുണയുമാണ്. ചോദ്യോത്തരങ്ങളായിട്ട് ബഷീർ എഴുതിയ പുസ്തകമാണ് നേരും നുണയും. സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏതാ? ബാല്യകാല സഖിയാണ് സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവല്. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ബാല്യകാല സഖിയിലാണ് മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ കൃതി. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് ഏത് വർഷമായിരുന്നു? 1993 മുട്ടത്ത് വർക്കി അവാർഡും വള്ളത്തോൾ അവാർഡും ലഭിച്ചത്. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് EM അഷ്റഫ് ആണ്. ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതി രചിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതിയാണ് ശബ്ദങ്ങൾ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആടാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുള്ള ബഷീറിന്റെ കൃതി. ബഷീർ ചെയ്തൊരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവി ഓർക്കുക അന്തിമകാഹളം. ബഷീർ ചെയ്തൊരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏത് ഗ്രന്ഥമാണത്? ചെവി ഓർക്കുക അന്തിമകാഹളം. ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകന് അനീസ് അൻവറാണ്. പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകന് അനീസ് അൻവറാണ്. ബഷീർ വിവാഹിതനായ വർഷം ഏതാണ്? 1958. ബഷീർ വിവാഹിതനായ വർഷം 58. ബഷീറിന്റെ മക്കളാണ് ഷാഹിനയും അനീസുമാണ്. ബഷീറിന്റെ മക്കള് അനീസ ആൻഡ് ഷാഹിന. ബഷീറിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ഫാത്തിമ ബീവിയാണ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉജ്ജീവനം വാരികയാണ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയാണ് ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എഴുതിയ പുസ്തകം എഴുതിയതാരാണ്? EM അഷ്റഫ്. EM അഷ്റഫാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത്. EM അഷ്റഫാണ്. ആകാശമിഠായി കഥാപാത്രമായ ബഷീറിന്റെ നോവൽ ഏതാണ്? ആകാശമിഠായി കഥാപാത്രമായ ബഷീറിന്റെ നോവൽ ഏതാണ്? പ്രേമലേഖനമാണ്. ആകാശമിഠായി എന്ന കഥാപാത്രമായ ബഷീറിന്റെ നോവല് പ്രേമലേഖനം. കാടായിത്തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകനാരാണ്? കാടായിത്തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകനാണ് MN വിജയൻ കേട്ടോ. MN വിജയനാണ്. കാടായിത്തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകനാണ് MN വിജയന്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലുള്ളതാണ്? എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലുള്ളതാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ബഷീർ അന്തരിച്ചത് എന്നാണ്? ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 5 ബഷീർ അന്തരിച്ചത് 1994 ജൂലൈ 5 ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5 ബഷീർ ദിനം ജൂലൈ 5. 94 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചത്. ബഷീറിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകളാണ്. ബഷീർ രചനകളെ നിശിതമായിട്ട് വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതി ഏതാണ്? ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ. ബഷീർ രചനകളെ നിശിതമായിട്ട് വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതിയാണ് ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥയാണ് തേന്മാവ്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥ ഏതാണ്? തേന്മാവ്. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായിട്ട് അഭിനയിച്ചത് ആരാ? പ്രേം നസീറാണ് മജീദായിട്ട് അഭിനയിച്ചത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? അത് തങ്കം. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാരാണ്? MK സാനു ആണ്. ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം. ഇമ്പോർട്ടന്റ് ആണ്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാരാണ്? MK സാനു ആണ്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത്. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ എന്ന കൃതിയിലാണ്. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് മതിലുകൾ എന്ന കൃതിയിലാണ്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആരാ? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകളാണ്. 1990 മതിലുകൾ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകളാണ്. നട്ട് ഹംസിന്റെ വിക്ടോറിയ എന്ന നോവലുമായിട്ട് സാമ്യം ആരംഭിക്കപ്പെട്ട ബഷീറിന്റെ നോവൽ ഏതാണ്? അത് ബാല്യകാല സഖിയാണ്. നട്ട് ഹംസന്റെ
വിക്ടോറിയ എന്ന നോവലുമായിട്ട് സാമ്യം ആരോപിക്കപ്പെട്ട ബഷീർ നോവലാണ് ബാല്യകാലസഖി. നീലവിളിച്ച എന്ന ബഷീറിന്റെ കഥ ചലച്ചിത്രം ആയത് ഏത് പേരിലാണ്? ഭാർഗവി നില എന്ന പേരിലാണ് നീലവിളിച്ച എന്ന ബഷീറിന്റെ കഥ ചലച്ചിത്രം ആയത് ഭാർഗവി നിലയാണ്. ഭാർഗവി നില എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? എ വിൻസെന്റ് ആണ്. ഭാർഗവി നില എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകന് എ വിൻസെന്റ് ആണ്. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാ? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മദലാക്ഷൻ പിന്നീട് പ്രസിദ്ധനായത് ഏത് പേരിലാണ്? അദ്ദേഹം കുതിരവട്ടം പപ്പുവാണ്. ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മദലാക്ഷൻ പിന്നീട് പ്രശസ്തനായത് ഏത് പേരിലാണ്? കുതിരവട്ടം പപ്പു എന്ന പേരിലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പിന് ബഷീറിന് ലഭിച്ച വർഷം ഏതാ? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ചത് 1970-ലാണ്. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം എന്നാണ്? 1981-ലാണ്. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1981-ലാണ്. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം എന്നാ? അത് 1982-ലാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ചത് 1970-ലാണ്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് 1981-ലും ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1982-ലാണ്. 1982-ലാണ് ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏതാണ്? സമുദ്രശില. സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവലാണ് സമുദ്രശില. വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണ ഗ്രന്ഥമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതാണ്? ഉപ്പു സത്യാഗ്രഹമാണ്. കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരമാണ്. ബഷീറിന് ആദ്യമായിട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏതാ? അത് ഉപ്പു സത്യാഗ്രഹം. കോഴിക്കോട് 1930-ലെ ഉപ്പു സത്യാഗ്രഹത്തിലാണ് പങ്കെടുത്തതിനാണ് ബഷീറിന് ആദ്യമായിട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം. ബഷീർ എഴുതിയ നാടകം ഏതാണ്? കഥാബീജമാണ്. ബഷീർ എഴുതിയ നാടകം കഥാബീജമാണ്. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഭാർഗവി നിലയവും ബാല്യകാലസഖിയും. ഭാർഗവി നിലയം 1964-ലെ, ബാല്യകാലസഖി 1967-ലാണ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താ? ഉജ്ജീവനം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരാണ് ഉജ്ജീവനം. ഉജ്ജീവനം എന്ന വാരികയിലെ ഏത് തുലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ഉജ്ജീവൻ എന്ന വാരികയിലെ ഏത് തുലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ എന്ന തുലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ഉജ്ജീവനം. വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ പദം ഏത് നോവലിൽ നിന്നാണ്? എന്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ആ നോവലിലുള്ളതാണ് വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ പദം. എന്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചതാരാണ്? ONV കുറുപ്പാണ്. എന്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ONV കുറുപ്പാണ്. ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കൽപ്പറ്റ നാരായണനാണ് ഗ്രന്ഥം രചിച്ചത് കേട്ടോ. ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന ഗ്രന്ഥം രചിച്ചത് കൽപ്പറ്റ നാരായണനും പ്രശസ്ത കവിത രചിച്ചത് ONV കുറുപ്പാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീ പുരസ്കാരമാണ്. 1982-ലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബഷീർ കൃതികള് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? റൊണാൾഡ് E. ആഷറാണ് ബഷീർ കൃതികള് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്കാണ്. മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആരാണ്? കുട്ടി കൃഷ്ണമാരാറാണ്. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആരാണ്? കുട്ടി കൃഷ്ണമാരാറാണ് ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത്. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാ? പെരുമ്പടവം ശ്രീധരനാണ്. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏത് മരമാണത്? അത് മാംഗോസ്റ്റിനാണ്. ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്ന ഏത് മരമായിരുന്നു? മാംഗോസ്റ്റിനാണ്. ബഷീറിന്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? അനർഘ നിമിഷം. ബഷീറിന്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? അനർഘ നിമിഷമാണ്. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാരായിരുന്നു? അത് ഫാബി ബഷീറാണ്. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ഫാബി ബഷീറാണ്. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ്? അത് ശബ്ദങ്ങളാണ്. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങളാണ്. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാ? സർപ്പയജ്ഞമാണ്. ബഷീർ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? അത് സർപ്പയജ്ഞമാണ്. ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്?
അത് പാത്തുമ്മയുടെ ആട്. ഭാഷയിലെ വ്യവസ്ഥാപിതമായ വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? അത് പാത്തുമ്മയുടെ ആടാണ്. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാരാ? അത് MK സാനുവാണ്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാ? പ്രേം പാറ്റയാണ്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? അത് യാ ഇലാഹി. ചെറുകഥയാണ് യാ ഇലാഹി. നോവലാണ് പ്രേം പാറ്റ. പ്രേം പാറ്റ എന്നത് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവല് പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരമാണ് യാ ഇലാഹി. നിസാർ അഹമ്മദ്, കുഞ്ഞിപ്പാത്തുമ്മ എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? എന്റെ ഉപ്പൂപ്പാക്കൾ ആനുണ്ടായിരുന്നു ആ കൃതിയിലുള്ളതാണ്. സാറാമയും കേശവൻ നായരും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? പ്രേമലേഖനം എന്ന കൃതിയിലുള്ളതാണ് സാറാമയും കേശവൻ നായരും. മണ്ടൻ മുത്താപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്താപ്പ എന്നത് ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലാണ്. ബഷീറിനെ കുറിച്ച് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാരാ? MA റഹ്മാനാണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. MA റഹ്മാനാണ്. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ്? അത് മതിലുകൾ. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ്? മതിലുകളാണ്. പാപ്പച്ചൻ, താര എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാ? താര സ്പെഷ്യൽസ്. പാപ്പച്ചൻ, താര എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? താര സ്പെഷ്യൽസ്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ്? കടുവാക്കുഴി ഗ്രാമം. കടുവാക്കുഴി ഗ്രാമമാണ് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ്? കടുവാക്കുഴി ഗ്രാമമാണ്. ബഷീറിന്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫറായ പുനലൂർ രാജനെ ബഷീറിനെ കുറിച്ച് രചിച്ച പുസ്തകം ഏതാണ്? ബഷീർ ഛായയും ഓർമ്മയും. ബഷീറിന്റെ അപൂർവങ്ങളായ ചിത്രങ്ങള് ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ്? പുനലൂർ രാജൻ. ഈ പുനലൂർ രാജന് ബഷീറിനെ കുറിച്ച് രചിച്ച പുസ്തകത്തിന്റെ പേരാണ് ബഷീർ ഛായയും ഓർമ്മയും. MN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള കാവ്യത്തിന്റെ പേരെന്താണ്? ബഷീർ മാല. MN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരെന്താണ്? പാട്ടുകാവ്യത്തിന്റെ പേരാണ് ബഷീർ മാല. MN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരാണ് ബഷീർ മാല. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? റൊണാൾഡ് E. ആഷറാണ് ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? MN വിജയനാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് നോവലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? പ്രേമലേഖനം. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകാൻ ആഗ്രഹിച്ച പേരെന്താണ്? ആകാശമിഠായി. എന്താണ്? ആകാശമിഠായി. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിലെ ഒരു വിദേശി ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണിത്. ആരാണ് ഈ പുസ്തകം രചിച്ചത്? റൊണാൾഡ് E. ആഷറാണ്. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിലെ ഒരു വിദേശി ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണിത്. ആരാണ് ഈ പുസ്തകം രചിച്ചത്? അത് റൊണാൾഡ് E. ആഷറാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആടിന്റെ പൂപ്പാക്കൊരു ആണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് റൊണാൾഡ് E. ആഷറാണ്. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ ഗ്രന്ഥം ഏതാണ്? അത് MP പോളാണ്. MP പോൾ. ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് അത് MP പോളാണ്. രുട്ടി ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ രചിച്ച കൃതി ആരെ കുറിച്ചുള്ള പഠനമാണ്? ബഷീറിനെ കുറിച്ചുള്ള പഠനമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയിട്ടാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? ഗാന്ധിജിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ബാല്യകാല സഖി എന്ന നോവൽ സിനിമ ആക്കിയ സംവിധായകർ ആരൊക്കെയായിരുന്നു? ശശികുമാറും പ്രമോദ് പയ്യന്നൂരും. ബാല്യകാല സഖി എന്ന നോവൽ സിനിമ ആക്കിയ സംവിധായകർ ആരൊക്കെയായിരുന്നു? ശശികുമാറും പ്രമോദ് പയ്യന്നൂരുമാണ്. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ചത്? ജയകേസരി. ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ചത്. ആധുനിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ.